ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 14 നമുക്കിവിടെ തുടങ്ങാം. വാട്ട് വാസ് ദ ഡിഫറൻസ് സയൻറ്റിസ്റ്റ് കാൾ വൗസ് റിയലൈസ്ഡ് ബിറ്റ്വീൻ ബാക്ടീരിയ ആൻഡ് മൈക്രോ ഓർഗാനിസം ബിലോങ്സ് ടു എ കിങ്ഡം മൊറീനിയ? അതായത് നമ്മളോട് ചോദിക്കുന്നത് എന്തായിരുന്നു വ്യത്യാസം? സയൻറ്റിസ്റ്റ് കാൾ വൗസ് എന്ന ശാസ്ത്രജ്ഞൻ റിയലൈസ്ഡ് തിരിച്ചറിഞ്ഞ് ബിറ്റ്വീൻ ബാക്ടീരിയയും അതുപോലെ മൈക്രോ ഓർഗാനിസംസ് അതുപോലെ തന്നെ സൂക്ഷ്മ ജീവജാലങ്ങളായിരിക്കുന്ന കിങ്ഡം മൊനേറയിലെ ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതായത് കിങ്ഡം മൊനേറയിലെ ജീവജാലങ്ങളും ബാക്ടീരിയയും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ശാസ്ത്രജ്ഞനായ കാൾ വൗസ് കണ്ടെത്തിയത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സയൻറ്റിസ്റ്റ് കാൾ വൗസ് നോട്ടീസ് ദാറ്റ് ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ടീരിയ ആൻഡ് microorganism belongs to kingdom Monera and their diverse adaptations for surviving the environment changes. അതായത് സയൻറ്റിസ്റ്റ് കാൾ വൗസ് നോട്ടീസ്, അതായത് ശാസ്ത്രജ്ഞനായ കാൾ വൗസ് നോട്ടീസ് ചെയ്തു ദ സ്ട്രക്ചറൽ ഡിഫറൻസ്, അവയുടെ ശരീരഘടനയിലുള്ള വ്യത്യാസം ബിറ്റ്വീൻ ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസങ്ങൾ ഏതെല്ലാമാണ് ബിലോങ്സ് ടു കിങ്ഡം മൊനേറയിലുള്ള ബാക്കിയുള്ള മൈക്രോ ഓർഗാനിസങ്ങളും അതുപോലെ തന്നെ ബാക്ടീരിയയും തമ്മിലൊരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം അവൻ റിയലൈസ് ചെയ്തു. ആൻഡ് ദെയർ ഡൈവേഴ്സ് അഡാപ്റ്റേഷൻ, അതുപോലെ തന്നെ അവയുടെ പ്രതികൂല സാഹചര്യങ്ങളോടുള്ള അഡാപ്റ്റേഷൻ, സഹകരിച്ചു പോകുക അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിക്കുവാനുള്ള ആ കഴിവ് ഫോർ സർവൈവിങ് ദ എൻവയോൺമെൻറ്റൽ ചേഞ്ച്, അതായത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന പ്രതികൂലമായ മാറ്റങ്ങളിൽ ആ പ്രതികൂല മാറ്റത്തെ അതിജീവിക്കുവാനുള്ള ആ കിങ്ഡം മൊറേനയിലുള്ള ജീവജാലങ്ങളുടെ കഴിവും അദ്ദേഹം നോക്കുകയും അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി 15ാമത്തെ ചോദ്യം. വാട്ട് വാസ് ദ ഫൈൻഡിങ് ഓഫ് സയൻറ്റിസ്റ്റ് കാൾ വൗസ് ഓൺ ദ ജനറ്റിക് മെറ്റീരിയൽസ് ഓഫ് ബാക്ടീരിയ ആൻഡ് മൈക്രോ ഓർഗാനിസം ബിലോങ് ടു കിങ്ഡം മൊറേന? അതായത് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു, വാട്ട് വാസ് ദ ഫൈൻഡിങ്, കണ്ടെത്തൽ ഓഫ് സയൻറ്റിസ്റ്റ് കാൾ വൗസ്, സയൻറ്റിസ്റ്റ് ആയിരിക്കുന്ന കാൾ വൗസിൻ്റെ ഓൺ ജനറ്റിക് മെറ്റീരിയൽസ്, ജനിതകശാസ്ത്രപരമായ ഘടകങ്ങളെ കുറിച്ച്, ഓഫ് എന്തിൻ്റെയൊക്കെയാണ് ബാക്ടീരിയ ആൻഡ് മൈക്രോ ഓർഗാനിസം ബിലോങ് ടു കിങ്ഡം മൊനേറ, അതായത് കിങ്ഡം മൊനേറയിലെയും ബാക്ടീരിയയുടെയും തമ്മിലുള്ള ജനിതകശാസ്ത്രപരമായ കണ്ടെത്തലുകൾ ഏതെല്ലാമാണ് ശാസ്ത്രജ്ഞനായ കാൾ വൗസ് കണ്ടെത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഉത്തരമായിട്ട് എങ്ങനെ എഴുതാം? ഹി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദ ജനറ്റിക് മെറ്റീരിയൽസ് ഓഫ് മൈക്രോ ഓർഗാനിസം ബിലോങ്സ് ടു കിങ്ഡം മൊനേറ വെർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ബാക്ടീരിയ. അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ഹി എന്നുള്ള ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സയൻറ്റിസ്റ്റ് കാൾ വൗസ് ഐഡൻറ്റിഫൈഡ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു ദാറ്റ് ദ ജനറ്റിക് മെറ്റീരിയൽസ്, അതായത് ജനിതകശാസ്ത്രപരമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഓഫ് മൈക്രോ ഓർഗാനിസം സൂക്ഷ്മ ജീവജാലങ്ങൾ ബിലോങ്സ് ടു കിങ്ഡം മൊനേറ, അതായത് കിങ്ഡം മൊനേറയിലെ വെർ ഡിഫറെൻറ്റ്, അവയുടെ സൂക്ഷ്മജാലങ്ങളുടെ ജനറ്റിക്കൽ മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആയിരുന്നു, വ്യത്യാസമായിരുന്നു. എവിടെ നിന്ന്? ഫ്രം ദാറ്റ് ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയയിൽ നിന്നും വളരെ വ്യത്യാസമാണെന്നുള്ള ഒരു കാര്യമാണ് ആര് കണ്ടെത്തിയത്? അവിടെ കണ്ടെത്തിയത് ശാസ്ത്രജ്ഞനായ സയൻറ്റിസ്റ്റ് കാൾ വൗസ് കണ്ടെത്തിയത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 16ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഹൗ സയൻറ്റിസ്റ്റ് കാൾ വൗസ് ക്ലാസിഫൈഡ് കിങ്ഡം മൊനേറ? എങ്ങനെയാണ് ശാസ്ത്രജ്ഞനായ കാൾ വൗസ് കിങ്ഡം മൊനേറയെ ക്ലാസിഫൈ ചെയ്തത് അല്ലെങ്കിൽ തരം തിരിച്ചത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സയൻറ്റിസ്റ്റ് കാൾ വൗസ് ക്ലാസിഫൈഡ് കിങ്ഡം മൊനേന ഇൻറ്റു 2 ഗ്രൂപ്പ്സ്, നെയ്മലി ബാക്ടീരിയ ആൻഡ് ആർക്കിയ. അതായത് ശാസ്ത്രജ്ഞനായ കാൾ വൗസ് എന്ത് ചെയ്തു? കിങ്ഡം മൊറേനയിലുള്ള ജീവജാലങ്ങളെ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു. ഒന്നിന് പറയുന്ന പേര് എന്താണ്? ബാക്ടീരിയ എന്നും രണ്ടാമത്തേത് ആർക്കിയ എന്നുമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം. വാട്ട് വാസ് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ സയൻറ്റിസ്റ്റ് കാൾ വൗസ് ആഡഡ്? അതിനുശേഷം കാൾ വൗസ് ആഡ് ചെയ്ത അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ്? The third classification Carl Vaux added called was ഡൊമൈൻ ടു എബവ് ദ കിങ്ഡം മൊനേറ. അതായത് അദ്ദേഹം ആഡ് ചെയ്തത് ഡൊമൈൻ ടു എബവ് കിങ്ഡം മൊനേറ എന്ന 3ാമതൊരു ക്ലാസിഫിക്കേഷനും കൂടി ആഡ് ചെയ്തു. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 16ാമത്തെ ചോദ്യം ഹൗ സയൻറ്റിസ്റ്റ് കാൾ വൗസ് ക്ലാസിഫൈഡ് കിങ്ഡം മൊനേറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എഴുതണം. ഞാൻ പക്ഷേ 2 ഇവിടെ തന്നിട്ടുള്ളൂ, 3 ശരിക്കും എഴുതേണ്ടതാണ്. 1 ബാക്ടീരിയ, 2 ആർക്കിയ, 3ാമത്തത് ഡൊമൈൻ ടു ദ എബവ് കിങ്ഡം മൊനേറ, അതായത് മൊനേറിയ എന്ന കിങ്ഡത്തിന് മുകളിലുള്ള ഡൊമൈനും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി 17ാമത്തെ ചോദ്യം. വാട്ട് വാസ് ദ തേർഡ് ക്ലാസ്? 17ാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു. 18ാമത്തെ ചോദ്യം. ഹൗ വി ഓർഗനൈസ് ഓർഗാനിസംസ് ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡംസ്
ഇൻറ്റു 3 ഡൊമൈൻസ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? ഓർഗനൈസ് ഓർഗാനിസം ജീവജാലങ്ങളെ അറേഞ്ച് ചെയ്യുന്നത് ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡം, എല്ലാ 6 കിങ്ഡത്തിലുള്ള ഇൻ 3 ഡൊമൈൻസ് ഇവയെ എങ്ങനെയാണ് 3 ഡൊമൈൻസിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓർഗാനിസംസ് ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡംസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു 3 ഡൊമൈൻസ്. അതായത് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? 6 കിങ്ഡത്തിലുള്ള ഓർഗാനിസം, അതായത് 6 കിങ്ഡത്തിലുള്ള ഓർഗാനികളെ എങ്ങനെയാണ് ക്യാൻ ബി ഓർഗനൈസ്ഡ്, അവയെ തരംതിരിക്കുക ഇൻറ്റു 3 ഡൊമൈൻസ്, 3 ഡൊമൈൻസ് ആയിട്ട്. ഏതെല്ലാമാണ്? ഡൊമൈൻ ബാക്ടീരിയ, ഒന്നാമതായിട്ട് ഡൊമൈൻ ബാക്ടീരിയ എന്ന് പറയാം, രണ്ടാമതായിട്ട് ഡൊമൈൻ ആർക്കിയ എന്ന് പറയാം, മൂന്നാമതായിട്ട് ഡൊമൈൻ യൂക്കറിയ എന്ന് പറയാം, മൂന്നാമതായിട്ട് ഡൊമൈൻ യൂക്കറിയ എന്ന് പറയാം. അതായത് 3 തരത്തിൽ അവയെ തരംതിരിക്കാം. 1 ഡൊമൈൻ ബാക്ടീരിയ, 2 ഡൊമൈൻ ആർക്കിയ, 3 ഡൊമൈൻ യൂക്കറിയ, അങ്ങനെ 3 തരത്തിൽ തരംതിരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി 19ാമത്തെ ചോദ്യം. വിച്ച് ലിവിങ് ഗ്രൂപ്പ് ബാക്ടീരിയ ബിലോങ്സ് ടു? ഏത് ലിവിങ് ഗ്രൂപ്പിലാണ് ബാക്ടീരിയയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ബാക്ടീരിയ ഈസ് ദ മെമ്പർ ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലർ മൈക്രോ ഓർഗാനിസം. അതായത് ബാക്ടീരിയ എന്ന് പറയുന്നത് ഏകകോശ ജീവികളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലർ ഏകകോശ ജീവികൾ അതായത് അതിസൂക്ഷ്മമായ ഏകകോശ ജീവികളിൽ ഉൾപ്പെടുന്നവയാണ് ബാക്ടീരിയ. ഓക്കെ, മൈക്രോ ഓർഗാനിസം എന്ന് വെച്ചാൽ അതിസൂക്ഷ്മം. ഓക്കെ, ബാക്ടീരിയ ഈസ് എ മെമ്പർ, ബാക്ടീരിയ ഒരു മെമ്പറാകുന്നു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലർ മൈക്രോ ഓർഗാനിസം, വലിയ ഏകകോശ ജീവികളിൽ ഒന്നാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ചോദ്യം. ഡു ബാക്ടീരിയ ഹാവ് എ സെൽ വാൾ? ബാക്ടീരിയയ്ക്ക് സെൽ വാൾ ഉണ്ടോ എന്നാണ്, അല്ലെങ്കിൽ കോശഭിത്തി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയ ഹാവ് എ സെൽ വാൾ, അതായത് ബാക്ടീരിയയ്ക്ക് ഒരു സെൽ വാൾ ഉണ്ട്. ഓക്കെ, ബാക്ടീരിയയ്ക്ക് സെൽ വാൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 21. വാട്ട് ആർ ദ തിങ്സ് ആബ്സെൻറ്റ് ഇൻ ബാക്ടീരിയ? എന്തെല്ലാം സാധനങ്ങളാണ് ബാക്ടീരിയയിൽ ആബ്സെൻ്റ് ആയിരിക്കുന്നത്? ബാക്ടീരിയ ലാക്ക് ഓർഗനൽസ് ആൻഡ് ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്. അതായത് ബാക്ടീരിയയിൽ ഇല്ലാതെ കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെല്ലിലുള്ള ഓർഗനൽസ്, അതായത് സെല്ലിലുള്ള പല അവയവങ്ങളും ബാക്ടീരിയയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂക്ലിയസിനെയും നമുക്ക് ബാക്ടീരിയയിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി 22ാമത്തെ ചോദ്യം. വാട്ട് കൈൻഡ് ഓഫ് ഓർഗാനിസം ഈസ് ആർക്കിയ? എന്ത് തരത്തിലുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ജീവജാലമാണ് ആർക്കിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കിയാസ് ആർ മൈക്രോ ഓർഗാനിസംസ്, അതായത് ആർക്കിയ എന്ന് പറയുന്നത് അതിസൂക്ഷ്മ ജീവജാലങ്ങളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് 23ാമത്തെ ചോദ്യം. വിച്ച് ഓർഗാനിസംസ് ആർ ബിഗ്ഗർ ബാക്ടീരിയ ഓർ ആർക്കിയ? അതായത് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർക്കിയയാണോ ബാക്ടീരിയയാണോ കൂടുതൽ വലിപ്പമുള്ള അല്ലെങ്കിൽ വലുതായിട്ടുള്ള ഓർഗാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയ ആൻഡ് ആർക്കിയ ആർ സിമിലർ ഇൻ സൈസ് ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് സ്ട്രക്ചർ. അതായത് ബാക്ടീരിയയും ആർക്കിയയും ഏകദേശം സിമിലർ ഇൻ സൈസ്, അതായത് ഒരേ സൈസിലുള്ളവയാണ്. സിമിലർ ഇൻ സ്ട്രക്ചർ, അവയുടെ ഘടനയും ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി 24ാമത്തെ ചോദ്യം. ഇൻ വിച്ച് മാറ്റർ ബാക്ടീരിയ ആൻഡ് ആർക്കിയ ആർ ഡിഫറെൻറ്റ്? ഏതെല്ലാം കാര്യത്തിലാണ് ബാക്ടീരിയയും ആർക്കിയയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ബാക്ടീരിയ ആൻഡ് ആർക്കിയ ആർ റാഡിക്കലി ഡിഫറെൻറ്റ് ഇൻ മോളിക്കുലർ ഓർഗനൈസേഷൻ. അതായത് ജീവശാസ്ത്രപരമായിട്ടുള്ള ആ തന്മാത്രകളുടെ അറേഞ്ച്മെൻറ്റിലാണ് ബാക്ടീരിയയും ആർക്കിയയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മോളിക്കുലർ ഓർഗനൈസേഷൻ, അതായത് തന്മാത്രകളുടെ അറേഞ്ച്മെൻറ്റ് അവയുടെ ക്രമീകരണത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി 25ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആർക്കിയ? എന്താണ് ആധുനിക ലോകം എങ്ങനെയാണ് ആർക്കിയയെ മനസ്സിലാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആർക്കിയാസ് ആർ നൗ ബിലീവ്ഡ് ടു constitute an ancient group which is intermediate between bacteria and eukaryotes. അതായത് ഇന്ന് നാം ആർക്കിയയെ കണക്കാക്കുന്നത് ആർക്കിയ ഏതിൻ്റെയാണ്? ഒരു ഇൻ്റർമീഡിയറ്റ്, അതായത് ബാക്ടീരിയയ്ക്കും യൂക്രിയോട്ടസിനും ഇടയിലുള്ള ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എവല്യൂഷൻ്റെ പരിണാമത്തിൽ ബാക്ടീരിയയ്ക്കും യൂക്രിയോട്ടസിനും ഇടയിലുള്ള ഒരു ജീവജാലമായിട്ടാണ് ഇന്ന് ആധുനിക ലോകത്ത് ആർക്കിയെ കണക്കാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു അനദർ വീഡിയോ.